യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ വന്നിട്ടുള്ളത് യൂറോ യു എസ് ടിയിൽ നമ്മൾ ലാസ്റ്റ് ഡേയിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിൻ്റെ ക്വിക്ക് ബ്രേക്ക് ഡൗണുമായിട്ടാണ്. ഓക്കെ, സോ എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ അതിന് മുന്നായിട്ട് കഴിഞ്ഞ വീക്ക്ലി അനാലിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ലൈക്ക് യൂറോ യു എസ് ഡി ഒരു വീക്ക്ലി ലെവൽസിൽ അല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി ഡിമാൻഡ് ലെവൽസിലാണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ലെവൽസിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു എഫ് ഇ ജി ഡെയിലി എഫ് ഇ ജിയിലാണ് മാർക്കറ്റ് കറൻ്റ്ലി നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ഏരിയയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് മൂവ് ടു ലോവർ ടൈം ഫ്രെയിം. ഓക്കെ, സോ നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 50 മിനിറ്റിൻ്റെ ബേസിലായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും മാർക്കറ്റ് ആ ഒരു എഫ് ഇ ജി ടാപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് മൊമെന്റം ഷിഫ്റ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, മൊമെന്റം ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്തു, മേജർ ആയിട്ടുള്ള ഈ സ്ട്രക്ചേഴ്സ് എല്ലാം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി നമ്മളുള്ളത് ഡെയിലി എഫ് ഇ ജിയിലാണ്. സോ അത്തരത്തിലുള്ള കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ലോ ഹയർ പ്രൈസ് ആക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നൊന്നും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ നിന്നായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സംവർ ഹിയർ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇവിടെ കാണാൻ കഴിയും ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, വീണ്ടും ഇവിടെ കാണാൻ കഴിയും സ്വീപ്പ് ആൻഡ് എം എസ്. ഓക്കെ, ഈ രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു കുറച്ച് സമയം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അക്യുമുലേഷൻ ഫേസിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നിന്നു. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു അക്യുമുലേഷന്റെ ലോ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് മേലോട്ട് ചെയ്തു തന്നു ഈ ഒരു ഏരിയന്റെ മേലോട്ടേക്കും. അതുപോലെ ഈ ഒരു മേജർ ആയിട്ടുള്ള ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്യാം. ഓക്കെ, സോ ഈ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഇതായിരുന്നു നമ്മളെ ലെവൽ ഓഫ് ഡിമാൻഡ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഏരിയയിൽ 5 മിനിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു എഫ് ഇ ജി, നമുക്കൊരു 5 മിനിറ്റ് എഫ് ഇ ജി ഇവിടെ ഫിൽ ചെയ്യാത്തത് കാണാൻ കഴിയും, ഈ ഒരു എഫ് ഇ ജി. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ സിംപ്ലി ലിക്വിഡിറ്റി ഗ്രാബ്, മൊമെന്റം ഷിഫ്റ്റ് ആൻഡ് എഫ് ഇ ജി, ആ ഒരു കൺസെപ്റ്റ് തന്നെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലൈ നോക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഈ ലോന്റെ താഴെ കീപ്പ് ചെയ്യുന്നതായിരിക്കും സേഫ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഹയർ പ്രൈസ് ആക്ഷൻ ഇതാണ് അടുത്തൊരു ഫോർവേഡിലെ ഒരു അടുത്തൊരു ഹൈ, ഈ ഒരു ഹൈ ആയിരുന്നു. സോ ഇതുവരെയായിരുന്നു നമ്മൾ അൾട്ടിമേറ്റ് ടാർഗറ്റ്. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഏറ്റവും മോസ്റ്റ് റീസെന്റ് ഹൈ. ഓക്കെ, സോ ലെറ്റ് സി എങ്ങനെയാണ് പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ എഫ് ഇ ജി ടാപ്പ് ചെയ്തു. ഓക്കെ, സോ ഈസി ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു നമ്മളെ ട്രേഡ്. ഓക്കെ, സോ ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൻട്രി എടുത്ത ഒരു പാറ്റേൺ. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു കൺസോൾട്ടേഷൻ ബേസിൽ വന്നു. മാർക്കറ്റ് ഓൾറെഡി ഒരു ബുള്ളിഷ് മാനറിലാണ്, ഒരു ഹൈ ടൈം ഫ്രെയിം ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് ഓൾറെഡി നമുക്ക് ഒരു ബുള്ളിഷ് ഷിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ ബേസിൽ വന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, ലോ മാനിപ്പുലേറ്റ് ചെയ്തു, മൊമെന്റ് ഷിഫ്റ്റ് വന്നു. അത് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ മേലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആ ഒരു മൂവ്മെന്റ് കാണാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ ആ ഒരു സ്ലോ മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് ഷൂട്ട് ചെയ്തത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിസിപ്പേഷൻ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിലേക്ക് റിട്ടേൺ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന എഫ് ഇ ജിന്ന് എൻട്രി എടുത്തു.
എന്ത് ചെയ്തു, മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ഹൈ നമ്മൾ ടാർഗറ്റ് ചെയ്തു. സോ ഇതായിരുന്നു നമ്മൾ ഇവിടെ എടുത്ത ആ ഒരു ട്രേഡിന്റെ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.